അതിരാവിലെയുള്ളൊരു ട്രെയിൻ യാത്രക്കായി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ട്രെയിൻ യാത്ര ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ പുലർച്ചെ 2 മണിയാണ് ആയിട്ടുള്ളത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട്. ഈ തിരക്ക് വരാൻ കാരണം മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ഇപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ എത്തിയിട്ടുണ്ട്. അതിൽ വന്ന ആളുകളുടെ തിരക്കാണ് കാണുന്നത്. നമ്മുടെ ട്രെയിൻ 3:25-നാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത്. ഈ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി വൻതോതിലുള്ള നവീകരണ പ്രവൃത്തികളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറാം. നമ്മളെങ്ങനെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് എത്തിയിരിക്കുകയാണ്. വലതുവശത്തായി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലായി നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ തന്നെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ലോക്കോ നമ്പർ 30680 എന്ന നമ്പറിലുള്ള റോയാപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു WP7 ആണ് ഇന്നത്തെ നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ വരുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിൻ തന്നെ തിരുവനന്തപുരം സെൻട്രൽ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ ഇൻ്റർസിറ്റി ട്രെയിനുമായിട്ട് റൈഡ് ഷെയറിങ്ങും വരുന്നുണ്ട്. ഈയിടെ അടുത്താണ് ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിൻ ICF കോച്ചുകളിൽ നിന്നും LHB കോച്ചുകളിലോട്ട് മാറുന്നത്. LHB കോച്ചുകളിലോട്ട് ഈ ട്രെയിൻ മാറിയിട്ട് ഇപ്പോൾ 1 മാസം ആവുന്നതേ ഉള്ളൂ. പുതുതായി LHB കോച്ചുകളിലോട്ട് മാറിയ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഈ ട്രെയിനിലെ ഒട്ടുമിക്ക കോച്ചുകളും 2025 മേട് പുതുപുത്തൻ കോച്ചുകൾ തന്നെയാണ് വരുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലോട്ടൊക്കെ ആളുകളൊക്കെ അപ്പം തന്നെ കയറി തുടങ്ങിയിട്ടുണ്ട്. ജനറൽ കോച്ചുകളിലൊന്നും ഇതുവരെ ലൈറ്റ് ഓണാക്കി തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ഏക C1 AC ചെയർകാർ കോച്ചാണ് കാണുന്നത്. AC ചെയർകാർ കോച്ചിലോട്ടുള്ള ലൈറ്റുകളൊക്കെ അപ്പം തന്നെ ഓണാക്കിയിട്ടുണ്ട്. കുറച്ച് യാത്രക്കാരൊക്കെ AC കോച്ചിലോട്ട് ഇപ്പം തന്നെ കയറിയിരിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ ട്രെയിനിലെ AC ചെയർകാർ കോച്ചിൻ്റെ ഉൾവശമൊക്കെ വരുന്നത്. 3/2 രീതിയിലുള്ള സീറ്റിംഗ് ലേഔട്ടും അതുപോലെ ലഗേജൊക്കെ വെക്കാനുള്ള ലഗേജ് റാക്കും മറ്റെല്ലാ സൗകര്യങ്ങളും ഈ AC ചെയർകാർ കോച്ചിലും വരുന്നുണ്ട്. ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനിലെ ചെയർകാർ കോച്ചുകളാണ് കാണുന്നത്. D1, D2, D3 എന്നീ 3 റിസർവേഷൻ ചെയർകാർ കോച്ചുകളാണ് ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനിൽ വരുന്നത്. ഈ ട്രെയിനിലെ ചെയർകാർ കോച്ചുകളും 2025 മേട് പുതുപുത്തൻ കോച്ചുകൾ തന്നെയാണ് വരുന്നത്. കൂടാതെ ഈ ട്രെയിനിൻ്റെ സൈഡിലായിട്ട് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ 4 ഭാഷകളിലുള്ള നെയിം ബോർഡൊക്കെ കൊടുത്തിട്ടുമുണ്ട്. സമയം അങ്ങനെ പുലർച്ചെ 3:15 ആവാറായിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഇനി ഇവിടുന്ന് പുറപ്പെടാൻ 10 മിനിറ്റ് മാത്രമാണ് സമയമുള്ളത്. അത്യാവശ്യം ആളുകളൊക്കെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മുടെ ട്രെയിനിലോട്ട് ഇപ്പോൾ കയറാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ഒരു ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് കാണുന്നത്. ഇത്തരത്തിൽ നീല നിറത്തിലുള്ള കോച്ചുകളെല്ലാം സാധാരണ ചെയർകാർ കോച്ചുകളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ഇൻ്റർസിറ്റി ട്രെയിൻ ഇതൊക്കെ ജനറൽ കോച്ചുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഇൻ്റർസിറ്റി ട്രെയിനിന് ഏറ്റവും കൂടുതൽ വരുന്നത് ജനറൽ കോച്ചുകളാണ്. ഏറ്റവും പുറകിലായിട്ട് ഇത്തരത്തിൽ ചുവപ്പ് കളറിലുള്ള ജനറൽ കോച്ചുകൾ വീണ്ടും വരുന്നുണ്ട്. ലേഡീസിനായിട്ട് ഈ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനിലെ ഒരു കോച്ച് ഇതുപോലെ റിസർവ്ഡ് ആണ്. നമ്മളങ്ങനെ ഈ ട്രെയിനിൻ്റെ ജനറൽ കോച്ചിലോട്ടാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. നമ്മളിന്ന് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഈ ട്രെയിനിലൊരു ജനറൽ കോച്ചിലാണ്. പുതിയ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഈ ട്രെയിനിലെ ജനറൽ കോച്ചുകൾക്കൊക്കെ നല്ല വൃത്തിയുണ്ട്. കൂടാതെ ചാർജിങ് സോക്കറ്റ് ഉൾപ്പെടെ മറ്റെല്ലാ സൗകര്യങ്ങളും ഈ ട്രെയിനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ ഇൻ്റർസിറ്റി ട്രെയിനിലെ സെക്കൻഡ് സിറ്റിംഗ് ചെയർകാർ കോച്ചുകൾ വരുന്നത്. പുതിയ ജനശതാബ്ദി ട്രെയിനുകളിലെല്ലാം ഉള്ളതുപോലെ തന്നെയാണ് ഈ ഇൻ്റർസിറ്റി ട്രെയിനിലും സെക്കൻഡ് സിറ്റിംഗ് ചെയർകാർ കോച്ചുകൾ വരുന്നത്. 3/3 രീതിയിലുള്ള സീറ്റിംഗ് ലേഔട്ടാണ് ഈ സെക്കൻഡ് സിറ്റിംഗ് ചെയർകാർ കോച്ചുകളിൽ വരുന്നത്. നമ്മളങ്ങനെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിലെ ടോയ്ലറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ഇന്ത്യൻ ടൈപ്പ് വരുന്ന ടോയ്ലറ്റാണ്. ഈ ഇൻ്റർസിറ്റി ട്രെയിനിൽ ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റുകളും അതുപോലെ തന്നെ വെസ്റ്റേൺ ടൈപ്പ് ടോയ്ലറ്റുകളും വരുന്നുണ്ട്. ടോയ്ലറ്റുകൾക്കൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ വരുന്നുണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ ഈ ട്രെയിനിലെ വെസ്റ്റേൺ ടൈപ്പ് ടോയ്ലറ്റിലാണ് നിൽക്കുന്നത്. ഈ വെസ്റ്റേൺ ടൈപ്പ് ടോയ്ലറ്റും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഈ കാണുന്ന പോലെ ഒരു യൂറോപ്യൻ ടൈപ്പ് ക്ലോസറ്റും അതുപോലെ തന്നെ സ്മോക്കിംഗ് ഡിറ്റക്ടർ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വെസ്റ്റേൺ ടൈപ്പ് ടോയ്ലറ്റിലും വരുന്നുണ്ട്. കൂടാതെ ഒരു മിററും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനും ഈ യൂറോപ്യൻ ടൈപ്പ് ക്ലോസറ്റിലും വരുന്നുണ്ട്. ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിൻ അങ്ങനെ കൃത്യം 3:25 തന്നെ അപ്പം ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെട്ടിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ 16341 എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 3:25 ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ 9:40 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്.
ആകെ ഈ ട്രെയിനിന് 22 റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് വരുന്നത്. ഗുരുവായൂരിൽ നിന്നും തിരുവനന്തപുരം വരെ ഈ ട്രെയിൻ ആകെ 303 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്നും തിരുവനന്തപുരം വരെ ഈ ട്രെയിൻ ആകെ 6 മണിക്കൂറും 15 മിനിറ്റും എടുത്താണ് എത്തുന്നത്. ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും തിരിച്ച് ഗുരുവായൂരിലോട്ടുള്ള ഈ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ സർവീസ് വരുന്നത് ട്രെയിൻ നമ്പർ 16342 എന്ന ട്രെയിൻ നമ്പറിലാണ്. വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാത്രി 12:20 വീണ്ടും ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ തിരിച്ചെത്തുന്നത്. 120 രൂപയാണ് ഗുരുവായൂരിൽ നിന്നും തിരുവനന്തപുരം വരെ ജനറൽ കോച്ചുകളിൽ ഈ ട്രെയിനിന് ടിക്കറ്റ് ഫെയർ ആവുന്നത്. സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളിലാണെങ്കിൽ GSTയും മറ്റ് ചാർജുകളൊന്നും കൂടാതെ 135 രൂപയും AC-യിലാണെങ്കിൽ 465 രൂപയാണ് ഈ ട്രെയിനിലെ ടിക്കറ്റ് ഫെയർ വരുന്നത്. തൃശ്ശൂരിലാണ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ ആദ്യത്തെ സ്റ്റേഷനായ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 23 കിലോമീറ്ററോളം മാറിയിട്ടാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിനിന് 2 മിനിറ്റായിരുന്നു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിൻ എങ്ങനെ അടുത്തതായി എത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഇടക്കായിട്ട് ഈ ട്രെയിനിന് ഇരിങ്ങാലക്കുട, ചാലക്കുടി, അങ്കമാലി, ആലുവ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്റ്റോപ്പ് വരുന്നുണ്ട്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെയും 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ട്രെയിനിന് തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റി ട്രെയിനായിട്ട് റൈറ്റ് ഷെയറിംഗ് വരുന്നുണ്ടെന്ന്. ഈ ട്രെയിനിൻ്റെ റൈറ്റ് ഷെയറിംഗ് വരുന്നത് രാവിലെ 9:40 തിരുവനന്തപുരത്ത് എത്തുന്നതായി ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനാണ്. ഉച്ചയ്ക്ക് 11:35 ട്രെയിൻ നമ്പർ 22628 എന്ന ട്രെയിൻ നമ്പറിൽ തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റിയായി ട്രിച്ചിയിലോട്ട് പോകുന്നത്. അതുപോലെ ട്രെയിൻ നമ്പർ 22627 എന്ന ട്രെയിൻ നമ്പറിൽ ട്രിച്ചിയിൽ നിന്നും രാവിലെ 7:15 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 3:20 തിരുവനന്തപുരത്തെത്തുന്ന ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനാണ് വൈകുന്നേരം 5:30 തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി ട്രെയിനായി വീണ്ടും ഗുരുവായൂരിലോട്ട് എത്തുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. 2 മിനിറ്റായിരുന്നു നമ്മുടെ ട്രെയിനിന് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. കുറച്ചധികം ആളുകൾ തന്നെ നമ്മുടെ ട്രെയിനിലോട്ട് ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ് ട്രെയിൻ എങ്ങനെ അടുത്തതായി എത്തിക്കൊണ്ടിരിക്കുന്നതായി കാണുന്ന ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനും ഇടക്കായിട്ട് നമ്മുടെ ഈ ട്രെയിനിന് തുറവൂർ, ചേർത്തല, മാരാരിക്കുളം എന്നീ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ടായിരുന്നു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP4 ലോക്കോയുമായി നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം സെൻട്രൽ, മാംഗ്ലൂർ സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് ആണ്.
പുലർച്ചെ 3:40 തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ 6:15 ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തേണ്ടത്. വൈകിട്ട് 5:40 ഈ ട്രെയിൻ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. ഏറനാട് എക്സ്പ്രസ് അങ്ങനെ അപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെയും ട്രെയിൻ എങ്ങനെ അപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് ആലപ്പുഴ എറണാകുളം മെമു ട്രെയിനാണ്. രാവിലെ 7:25 ഈ ട്രെയിൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത്. കേരളത്തിലൂടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർസിറ്റി ട്രെയിനുകളിൽ 3 ഇൻ്റർസിറ്റി ട്രെയിനുകൾക്കാണ് നിലവിൽ LHB കോച്ചുകൾ ലഭിച്ചിട്ടുള്ളത്. ഒന്നിപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനും, മറ്റൊന്ന് ഈ ട്രെയിൻ റേക്ക് ഷെയറിംഗ് ഉള്ള തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റി ട്രെയിനും, എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എന്നീ 3 ട്രെയിനുകൾക്കാണ് നിലവിൽ ഇപ്പോൾ LHB കോച്ചുകൾ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലൂടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ട്രെയിൻ സർവീസുകൾ ഈ മാസം തൊട്ട് LHB കോച്ചുകളോട്ട് മാറുകയാണ്. മാംഗ്ലൂർ ചെന്നൈ മെയിലും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസും, ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസും, തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളൊക്കെ ഈ മാസം തൊട്ട് LHB കോച്ചുകളോട്ട് മാറുകയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുകൾ ആരംഭിക്കുകയും അതുപോലെ ഇവിടെ ട്രെയിനുകൾ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ട്രെയിനുകൾക്കൊക്കെ മെയിൻ്റെനൻസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന ട്രെയിനുകൾക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ളൊരു പിറ്റ് ലൈനാണ് ഇതായി കാണുന്നത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ എങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനും. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. AMBL എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. 1 മിനിറ്റാണ് നമ്മുടെ ട്രെയിനിന് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെ വരുന്ന ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലാണ്.
ട്രെയിൻ എങ്ങനെയതാ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനിലൊന്നായ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇത് ലേറ്റ് ആയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. 7:15 കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 15 മിനിറ്റിന് മുകളിൽ വൈകി 7:31 ആയപ്പോഴേക്കാണ് ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആലപ്പുഴ വഴി കടന്നു പോകുന്ന റെയിൽവേ ലൈനും കോട്ടയം വഴി കടന്നു പോകുന്ന റെയിൽവേ ലൈനും തിരിഞ്ഞു പോകുന്നത്. നമ്മുടെ ട്രെയിനിന് 2 മിനിറ്റാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ 2 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പം കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിട്ടുള്ളത്. ആകെ 5 പ്ലാറ്റ്ഫോമുകളാണ് ഈ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. KYJ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാറി നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതപ്പം കൊല്ലം ജില്ലയിലോട്ട് എത്തിയിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റേഷനായ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ 1 മിനിറ്റാണ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം ട്രെയിൻ എങ്ങനെ ഇതാപ്പം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഈ കാണുന്ന ആളുകളുടെ തിരക്കൊക്കെ വേണാട് എക്സ്പ്രസ്സിൽ കയറാൻ വേണ്ടിയുള്ള ആളുകളുടെ തിരക്കാണ്. നമ്മുടെ ഈ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത്. KPY എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. അപ്പുറത്തെ ട്രാക്കിലൂടെ റോയാപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP7 ലോക്കോയുമായി വന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 22648 തിരുവനന്തപുരം നോർത്ത് കോർബ എക്സ്പ്രസ് ആണ്. അങ്ങനെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം ട്രെയിൻ അങ്ങനെ ഇതപ്പോൾ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. MQO എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. മെമു ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും അല്ലാതെ ഈ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട ട്രെയിനിലൊന്നാണ് ഈ ഇൻ്റർസിറ്റി ട്രെയിൻ. ഈ ഇൻ്റർസിറ്റി ട്രെയിനിനെ കൂടാതെ ഇവിടെ നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ട്രെയിൻ എന്ന് പറയുന്നത് പാലരുവി എക്സ്പ്രസ് ആണ്.
ട്രാക്കിലൂടെ അപ്പോൾ ആ കടന്നു പോയ ട്രെയിൻ നമ്പർ 16302 തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ആണ് കടന്നു പോയത്. തുഗ്ലക്കാബാദ് ലോക്കോ ഷെഡിൻ്റെ ഒരു WP7 ആണ് ലോക്കോ വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പെരിനാട് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് വരുന്നില്ല. അപ്പുറത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി മാംഗ്ലൂർ പരശുറാം എക്സ്പ്രസ് ആണ്. പരശുവിൻ്റെ ലോക്കോ വരുന്നത് ഈറോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു WP4 ആണ്. ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ അടുത്തതായി എത്തിക്കൊണ്ടിരിക്കുന്നതായി കാണുന്ന കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനുകളൊക്കെ നിർത്തിയിടുന്നു, അതുപോലെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്ന യാർഡാണ് ഇത് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് കാണുന്നത്. മണ്ഡല സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് റെയിൽവേ സർവീസ് നടത്തുന്നുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. 8:05 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 8:20 ആയപ്പോഴേക്കാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിനിന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ 3 മിനിറ്റാണ് സ്റ്റോപ്പ് വരുന്നത്. ട്രെയിൻ അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പുറത്തായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ട്രെയിനിൻ്റെ ഒരു ട്രൈക്കാണ്. ഈ ട്രെയിൻ വൈകുന്നേരമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക. അപ്പുറത്തെ ട്രാക്കിലൂടെ അപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 20630 തിരുവനന്തപുരം സെൻട്രൽ സെക്കന്ദരാബാദ് ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിയിരിക്കുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനും വർക്കല റെയിൽവേ സ്റ്റേഷനും ഇടക്കാര് നമ്മുടെ ട്രെയിൻ മയ്യനാട് റെയിൽവേ സ്റ്റേഷനിലും പറവൂർ റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് വരുന്നുണ്ടായിരുന്നു. സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളുടെയൊക്കെ ഭാഗമായി ഇപ്പം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വൻതോതിലുള്ള നവീകരണ പ്രവൃത്തികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിനിറ്റായിരുന്നു നമ്മുടെ ട്രെയിനിന് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. VAK എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ വർക്കല റെയിൽവേ സ്റ്റേഷൻ. 10 മണിക്ക് മുന്നേയായി തിരുവനന്തപുരത്ത് എത്തുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ് ഈ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിൻ. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നിലവിൽ ഫുള്ളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലായിട്ട് ഇതാ ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP4 ലോക്കോയുമായി ഇതാ നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 16729 മധുരൈ പുനലൂർ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിന് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. വർക്കല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷനും അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയുള്ള ഈ ട്രെയിനിൻ്റെ അവസാന റെയിൽവേ സ്റ്റേഷനുമായ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം 40 മിനിറ്റിനടുത്ത് ലേറ്റ് ആയിട്ടാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9:09 പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തേണ്ട ഈ ട്രെയിൻ ഇപ്പോൾ 9:46 ആയപ്പോഴേക്കാണ് ഇതായി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ അങ്ങനെ അപ്പം തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് ആയിരുന്നു നമ്മുടെ ട്രെയിനിനൂടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ ചിറയൻകീഴ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നീ റെയിൽവേ സ്റ്റേഷനിലൊന്നും നമ്മുടെ ഇൻ്റർസിറ്റി ട്രെയിനിന് സ്റ്റോപ്പ് വരുന്നില്ല. നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിൻ അങ്ങനെ അതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേഷനായ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. 9:40 എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 9:55 ആയപ്പോഴേക്കാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. പേട്ട റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ഇടക്കായിട്ട് ഈ ട്രെയിനിന് ഒരുപാട് സ്ലാക്ക് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വർക്കല റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനും ഇടക്കായിട്ട് നമ്മുടെ ട്രെയിൻ ഒരുപാട് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ട്രെയിൻ ഇത്ര ലേറ്റ് ആവാൻ കാരണം. നമ്മുടെ ഇൻ്റർസിറ്റി ട്രെയിൻ അങ്ങനെ അപ്പം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് ഇത് എത്തിയിരിക്കുന്നത്. നേരം വെളുത്തതിന് ശേഷം നമ്മുടെ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ഒരു കാഴ്ച ഇത്തരത്തിലാണ് വരുന്നത്. അങ്ങനെ പുതുതായി LHB കോച്ചുകളിലോട്ട് മാറിയ നമ്മുടെ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ വീഡിയോ അങ്ങനെ കാണുന്ന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.